ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റേക്ക് മൂവീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹൊറർ മൂവി ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് ഹൊറർ മൂവീസും അതിൻ്റെ ചെറിയൊരു സ്റ്റോറിയും പറഞ്ഞ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതെല്ലാം റിലീസായ മൂവീസ് ആയിരിക്കും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ മൂവീസ് ഡൗൺലോഡ് ചെയ്ത് കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഓരോ മൂവീസായിട്ട് പറയാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന മൂവീസ് എല്ലാം ഹോളിവുഡാണ്. നിങ്ങൾക്ക് ഇന്ത്യൻ മൂവീസാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഇന്ത്യൻ മൂവീസിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോളിവുഡ് മൂവീസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ ലിസ്റ്റ് ബൈ ലിസ്റ്റായിട്ട് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇതിലെ പല ഫിലിംസും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള ഫിലിംസ് ആയിരിക്കും. എന്നാലും ഞാൻ പറയാം, അഥവാ കാണാത്തവരുണ്ടെങ്കിലോ അവർക്കൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ആണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഹൊറർ മൂവീസ് തപ്പി കിടക്കുന്നവർക്ക് ബെസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയും കാണണം കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഒരുപാട് മൂവീസ് ഞാൻ പറയുന്നുണ്ട്, ചെറിയൊരു സ്റ്റോറിയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മഴ സമയത്തൊക്കെ കാണാൻ പറ്റിയ വൈബുള്ള മൂവീസാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് മൂവി ദ വിച്ച് എന്ന മൂവിയാണ്. ഇതൊരു ഹൊറർ മിസ്റ്ററി ടൈപ്പ് മൂവിയാണ്. വളരെ വിഷമവും ദാരിദ്ര്യമൊക്കെ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ ഒരു ഫാർമറും അയാളുടെ വൈഫും മക്കളും ഒക്കെ ജീവിക്കുന്നു. അതിനിടയിൽ ആ ഫാർമറിൻ്റെ ഇളയ മകനെ കാണാതാകുന്നു. സാമുവൽ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയെ കാണാതാകുന്നു. അതുകൊണ്ട് ആ ഫാമിലി ഒരു തോമസിൻ എന്ന് പറയുന്നത് ഇവരുടെ മൂത്ത മകളാണ്. ആ മൂത്ത മകളെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നു. അതായത് ഈ കുട്ടി നഷ്ടപ്പെട്ടത് ഇവൾ കാരണമാണെന്ന് എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഇവളുടെ മേലെ എല്ലാവരും കൂടെ സംശയത്തിൻ്റെ നിഴലിലാക്കുന്നു. എല്ലാവരും തോമസിനൊരു മന്ത്രവാദിനിയാണ്, അല്ലെങ്കിൽ കൂടോത്രമൊക്കെ ചെയ്യുന്ന ഒരു ആളാണെന്ന് സംശയിക്കുന്നു. അതാണ് ഇതിലെ കഥ എന്ന് പറയുന്നത്. പിന്നെ മൊത്തം കഥ പറഞ്ഞ് കുളവാക്കുന്നില്ല. ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടു നോക്കണം. നല്ലൊരു മൂവിയാണ്, ഹൊറർ മിസ്റ്ററി ടൈപ്പ് മൂവിയാണ്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കണം കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് സജഷൻ. അടുത്ത ചിത്രം എന്ന് പറയുന്നത് ദ റിംഗ്. ഈ റിംഗ് എന്ന് പറയുന്ന ചിത്രം 2002 റിലീസായത്. ഈ ചിത്രത്തിൽ ഒരു ജേർണലിസ്റ്റ് ഒരു വീഡിയോ ടാപ്പിന് പുറകിലെ ഹൊറർ ആയിട്ടുള്ള അവസ്ഥകൾ കണ്ടുപിടിക്കാൻ വേണ്ടി, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നതാണ്. തുടർന്ന് അതിന് പിന്നിലുള്ള ഒരു വലിയ സ്റ്റോറിയും അവർ കണ്ടെത്തുന്നുണ്ട്. ഒരു വീഡിയോ ടാപ്പ് കാരണം കുറേ പേര് മരിക്കുന്നു. അപ്പോൾ അതിന് തപ്പിയിട്ടാണ് അവർ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നല്ലൊരു മൂവിയാണ്. ഒരു ഹൊറർ ആംബിയൻസ് ഒക്കെയുള്ള ഒരു നല്ല മൂവിയാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ സെക്കൻഡ് സജഷൻ. എന്തായാലും ഇത് നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. ഇതിൽ നമ്മുടെ ഫേമസ് ആക്ട്രസ് ആയിട്ടുള്ള നവോമി വാട്ട്സ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. നല്ല മഴ സമയത്തൊക്കെ കാണാൻ പറ്റിയൊരു ഹൊറർ മൂവി ഏതാണെന്ന് ചോദിച്ചാൽ ദ റിംഗ് പെർഫെക്റ്റ് ആയിരിക്കും. സോ എല്ലാവരും ഇത് കണ്ടു നോക്കണം. അപ്പോൾ അടുത്ത മൂവി ഏതാണെന്ന് നോക്കിയാലോ. അടുത്ത മൂവി മാമ എന്ന മൂവിയാണ്. ഈ മൂവി 2013 റിലീസായത്. ഇതൊരു ഹൊറർ മിസ്റ്ററി ഒരു മൂവി തന്നെയാണ് ഇതും. ഇതിൽ പറയുന്നത് ഒരു ആളും അയാളുടെ ഗേൾ ഫ്രണ്ടും കൂടെ അയാളുടെ സഹോദരൻ്റെ മക്കള് അഡോപ്റ്റ് ചെയ്യുന്നു. അതായത് ഇവരുടെ പാരൻസ് ഓൾറെഡി മരിച്ചുപോയി. അപ്പം അവരുടെ മക്കളെ ആളുടെ ഗേൾ ഫ്രണ്ടും കൂടെ അഡോപ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. എന്നാൽ കുറേ ദിവസം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു എന്തോ ഒരു സ്ത്രീയുടെ ആത്മാവ് ഇവരുടെ പുറകെ ഉണ്ടെന്നും ഈ കുട്ടികളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള സത്യവും ഇവർ മനസ്സിലാക്കുന്നതും, തുടർന്നുണ്ടാകുന്ന ഹൊറർ പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് ദാരുണ പ്രശ്നങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിമാണ്. ഭയങ്കര ഹൊറിഫിക് ആയിട്ടുള്ള, അതുപോലെ നമുക്ക് പേടി തോന്നുന്ന ഒരുപാട് രംഗങ്ങളൊക്കെ ഈ ചിത്രത്തിലുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ചെറിയ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെൻറ്റും ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. നല്ല ഫീൽ ഗുഡ് ഹൊറർ എന്നൊക്കെ പറയാം. കാരണം അവസാനം എത്തുമ്പോൾ നമുക്കത് അറിയാതെ വിഷമം വരുന്ന അല്ലെങ്കിൽ സങ്കടം വരുന്ന ആ ഒരു ടൈപ്പ് മൂവിയാണ്. അപ്പം ഇതും നല്ലൊരു മൂവിയായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അപ്പം അടുത്ത മൂവി എന്ന് പറയുന്നത് റെഡി ഓർ നോട്ട്. ഹൊറർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു സൂപ്പർ ഡൂപ്പർ ആക്ഷൻ മൂവിയാണ് റെഡി ഓർ നോട്ട്. ഈ മൂവിയിലെന്ന് പറയുന്നത് ഒരു പെൺകുട്ടീനെ ഒരു വലിയൊരു കുടുംബക്കാരാണ്, അവർ കല്യാണം കഴിച്ചുകൊണ്ട് വരികയാണ്. ആ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടിയെ ഒരു ഗെയിമിൽ പങ്കെടുക്കുന്നു. അതായത് എല്ലാവരും പുറത്തുനിന്ന് ഒരാളെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ ആ കുടുംബത്തിലുള്ള ആ വരുന്ന ആൾ ഒരു ഗെയിം കളിക്കണം. അതാണ് ഹൈഡ് ആൻഡ് സീക്ക്. ഈ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഹൈഡ് ആൻഡ് സീക്ക് പോലെ തന്നെ ഹൈഡ് ആൻഡ് സീക്ക് എന്നൊരു ഗെയിം കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ പിടിക്കുക.
പിടിക്കുക മാത്രമല്ല അവരെ കൊല്ലുക. അതാണ് ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഹൈഡ് ആൻഡ് സീക്ക് എന്ന കാർഡ് കിട്ടുന്ന ആളിനെ ആ ആള് ഹൈഡ് ചെയ്യണം. കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ അവരെ പിന്തുടർന്ന് പിടിച്ചതിന് ശേഷം ബലി കൊടുക്കുന്നതോ അല്ലെങ്കിൽ കൊല്ലുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതാണ് ഈ മൂവിയിൽ പറയുന്നത്. അപ്പോൾ ഈ മൂവിയിൽ ആ കെട്ടിക്കൊണ്ട് വരുന്ന കുട്ടി ഒരുപാട് ഇവരുടെ പീഡനങ്ങളൊക്കെ സഹിച്ച് അവസാനം അവൾ രക്ഷപ്പെടും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ അതെന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ സംഭവിക്കുന്നത്, അവരോട് എങ്ങനെയൊക്കെ അവൾ എതിർത്ത് നിൽക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. ഇതൊരു ഹൊററിന് പുറമെ എനിക്ക് ഫീൽ ചെയ്ത ഒരു ആക്ഷൻ മൂവിയായിട്ടാണ്. കാരണം നല്ല മൂവിയാണ്, ത്രില്ലിംഗ് ആയിട്ടുള്ള ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഇത് ഓൾറെഡി നെറ്റ്ഫ്ലിക്സിലുണ്ടെന്ന് തോന്നുന്നു, നെറ്റ്ഫ്ലിക്സിലുണ്ട്. പിന്നെ ഇത് ഏറ്റവും സെർച്ച് ചെയ്യപ്പെട്ട ഹൊറർ മൂവിയായിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഇത് 2019 ഈ മൂവി റിലീസായിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മൂവിയാണ്. ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് സമാര വീവിങ് ആണ്. അപ്പോൾ നല്ലൊരു ആക്ട്രസ്സാണ്. അവരാണ് ഈ ചിത്രത്തിൽ നായികയായിട്ട് നല്ല കിഡിലനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ മൂവിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു. അടുത്ത മൂവി നോക്കിയാലോ. അടുത്ത മൂവി ഇറ്റ് എന്ന് പറയുന്ന മൂവി 2017 റിലീസ് ചെയ്ത മൂവിയാണ്. ഇത് 2 പാർട്ട് ഓൾറെഡി റിലീസായിട്ടുണ്ട്. അപ്പം ഹൊറർ മിസ്റ്ററി ടൈപ്പ് കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, അതുപോലെ ഇറ്റിൻ്റെ ചാപ്റ്റർ 2 റിലീസായിട്ടുണ്ട് കേട്ടോ. അത് 2019 റിലീസായത്. 2 മൂവീസ് ഞാൻ ഒരുമിച്ച് പറയാം. ഇതിലൊരു ക്ലൗൺ, അതായത് പെന്നി വൈസ് എന്ന് പറയുന്നൊരു ക്ലൗൺ, ആ ക്ലൗണാണ് ഈ ചിത്രത്തിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. ആ പെന്നി വൈസ് ഉണ്ടാക്കുന്ന ഒരു ദുർസ്വപ്നങ്ങൾ കാരണം കുറേ കുട്ടികൾ 7 കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതമായ ജീവിതത്തെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതായത് അവർക്ക് പിന്നാലെ ഈ പെന്നി വൈസ് പോകുന്നതും അവരെല്ലാവരെയും കൊന്നൊടുക്കാൻ വേണ്ടി നോക്കുന്നതും ഒക്കെയാണ് ഈ ചിത്രത്തിലെ മെയിൻ തീം. അപ്പം ഇതൊരു ഈവിൽ മൂവി തന്നെയാണ്. കാരണം ക്ലൗൺ എന്ന് പറയുന്നത് ഒരു ഹൊറർ, അതൊരു ഗോസ്റ്റ് പോലെയാണ് കാണിച്ചിരിക്കുന്നത്, അല്ലാതെ മനുഷ്യനായിട്ടല്ല. ഇതൊരു ക്ലൗൺ എന്ന് പറയുമ്പം ഒരു ഹൊറർ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതാണ്. അപ്പം ഇതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി മനസ്സിലാവും അത്രയും ഹൊററാണ്. അപ്പം ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്നത് ബിൽ സ്കാറ്റ്സ്ഗാർഡ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആക്ടറാണ്. അയാൾ നന്നായിട്ട് ഈ ചിത്രത്തിൽ ആ ക്ലൗണിൻ്റെ റോളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ കുട്ടികളുണ്ടല്ലോ, അവരും അവരുടെ റോൾസൊക്കെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പാർട്ട് 1 ചാപ്റ്റർ 2 സൂപ്പർ തന്നെയാണ്. 2 ഒരുപോലെ പൊളിയാണ്. അപ്പോൾ ഇനിയും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പാർട്സ് വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നല്ല മൂവിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും കണ്ടു നോക്കണം. 2 പാർട്ടും നല്ലതാണ്. അടുത്ത മൂവി എന്ന് പറയുന്നത് ദ ഗ്രഡ്ജ്. ഇതെന്ന് പറയുന്നത് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അറപ്പും ഇറപ്പും ഒക്കെയാണ് തോന്നിയത്. ഇത് ഒരു ഹൊറർ മിസ്റ്ററി ടൈപ്പ് മൂവിയാണ്. ഇത് റിലീസായത് 2004 കേട്ടോ. അപ്പം ഇത് ഏകദേശം എനിക്ക് റിംഗ് മൂവിയും ഈ മൂവിയും ഒക്കെ, പക്ഷേ റിങ്ങിൽ ഇത്രയും വയലൻസ് ഇല്ല. ഇതിൽ കുറച്ച് വയലൻസ് ആയിട്ടുള്ള ഗോറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ചിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 18 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ഈ ചിത്രം കാണാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് കാണുമ്പോൾ അറപ്പൊക്കെ തോന്നുന്ന കുറേ സീൻസൊക്കെ ഇതിലുണ്ട് കേട്ടോ, പാർട്സ് ഉണ്ട് കേട്ടോ. ഇതൊരു പാർട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. 2004 റിലീസായ ഗ്രഡ്ജിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരൻ ഡേവിസ് എന്ന് പറയുന്ന ആളാണ്. അയാൾ ടോക്കിയോയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഈ കാരൻ ഡേവിസ് ഒരു സ്പിരിറ്റിനെ, അതായത് ഒരു സൂപ്പർ നാച്ചുറൽ സ്പിരിറ്റിനെ കണ്ട് അയാളുടെ ദേഹത്ത് കയറുന്നതും പിന്നെ ഉണ്ടാവുന്ന ഹൊറിഫൈങ്, അതുപോലെ തന്നെ ഒരുപാട് മരണങ്ങളും, അത് ക്രൂരമായ മരണങ്ങളും ഒക്കെയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. ഈ കാരൻ ഡേവിസ് എന്തൊക്കെയാണ്, കാരൻ ഡേവിസ് എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സാറ മിഷേൽ ഗെല്ലറാണ് കേട്ടോ. കാരൻ ഡേവിസ് എന്ന റോൾ ചെയ്തിരിക്കുന്ന ആൾ നന്നായിട്ട് തന്നെ ആ റോള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹൊറർ ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ മൂവിയും നല്ല പൊളി മൂവിയാണ്. നല്ല ക്രൂവലായിട്ടുള്ളൊരു മൂവിയാണ്. അപ്പം ഇത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ, അല്ലാത്തവർ പിന്നെ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത മൂവിയിലോട്ട് പോയാലോ. അടുത്ത മൂവി എന്ന് പറയുന്നത് നോ എക്സിറ്റ്. ഈ മൂവി 2022 റിലീസായത്. ഇതും ഒരു ഹൊറർ മിസ്റ്ററി മൂവി തന്നെയാണ്. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു ഹൊറർ മിസ്റ്ററിന് പുറമെ ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതിലെ കില്ലറാണ്, ഇതിൽ വരുന്നത് ഒരു കില്ലറാണ്. അപ്പോൾ ഈ ചിത്രത്തിലെന്ന് പറയുന്നത് ഇതിലൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവരൊരു സ്ഥലത്ത് ട്രാപ്ഡായി പോവുകയാണ്. അവിടെ നെറ്റ്വർക്കോ ഒന്നുമില്ല. മൊത്തത്തിൽ അവർ ട്രാപ്ഡായി പോകുന്നു. കാരണം അവിടെ ഒരു ഭയങ്കര കൊടുങ്കാറ്റും മറ്റേ മഴയും ഹെവി മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ റേഞ്ചൊന്നുമില്ല. അങ്ങനെ അവരൊരു ഹോട്ടലിൽ, ഒരു റെസ്റ്റോറൻറ്റിനകത്ത് പെട്ടുപോകുന്നു. അവിടെ
2-3 കില്ലേഴ്സ് വരുന്നതും കില്ലേഴ്സിൽ നമുക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റില്ല. അവർ അവിടെ അകപ്പെട്ടു പോകുന്നു. ആ സമയത്ത് അവിടെ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വരുന്നു. ഗ്രൂപ്പ് ഓഫ് ആളുകളല്ല, 2-3 പേര് വരുന്നു. അവർ ഒരു വാനിലാണ് വരുന്നത്. ആ വാനിലൊരു കുട്ടീനെ തട്ടിക്കൊണ്ടാണ് അവർ വന്നത്. അപ്പം ആ കുട്ടിയെ ഇതിലെ നായിക കണ്ടുപിടിക്കുന്നതും പിന്നെ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ നായിക ചെയ്യുന്ന കാര്യങ്ങളും വില്ലന്മാരെ ഇവർ നേരിടുന്നതും ഒക്കെയാണ് ഈ ചിത്രത്തിൽ പറയുന്നത് കേട്ടോ. ഒരു കിഡ്നാപ്പ് ചെയ്യുന്ന കുട്ടീനെ എങ്ങനെയൊക്കെ അവർ രക്ഷിക്കും, അവരുടെ അടുത്ത് എന്തൊക്കെ രീതിയിൽ അവർ പൊരുതും എന്നുള്ളതൊക്കെയാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. നല്ല മൂവിയാണ്. ഭയങ്കര റെയിനാണ്. ഈ മൂവി മൊത്തം മഴയും കൊടുങ്കാറ്റും അതൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഭയങ്കര അടിയും ആക്ഷനും അതുകൊണ്ട് അപ്പം നല്ല മൂവിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഭയങ്കര ത്രില്ലിങ് തോന്നും. രക്ഷപ്പെടും, ഇപ്പം പിടിക്കും, ഇപ്പം അവരെ പിടിക്കും, അവന്മാർ ഇവരെ കൊല്ലും എന്നൊക്കെ നമുക്ക് തോന്നുന്ന മൊമെൻറ്റ്സാണ്. അങ്ങനെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. എനിക്കിത് മിസ്റ്ററി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഇതൊരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നല്ല ത്രില്ലർ ആയിട്ടുള്ള ഹൊറർ തന്നെയാണ്. കാരണം നമുക്ക് പേടി തോന്നും, ഇപ്പം കൊല്ലും എന്ന് തോന്നും. അങ്ങനെ അവസാനം വരെ നല്ല ത്രില്ലിങ്ങിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിടിലൻ മൂവിയാണ് നോ എക്സിറ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അടുത്ത മൂവി എന്ന് പറയുന്നത് സ്മൈൽ 2022 റിലീസ് ചെയ്ത മൂവിയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 2024 റിലീസായത് സ്മൈൽ 2. അതിൽ നവോമി സ്കോട്ട്സ് ആണ് അഭിനയിച്ചിരുന്നത്. അപ്പം ഞാൻ ആദ്യം സ്മൈൽ ഫസ്റ്റിനെ പറ്റി പറയാം. അപ്പോൾ ഫസ്റ്റ് രണ്ടും സെയിം തന്നെയാണ്, സെയിം കണ്ടൻറ്റ് തന്നെയാണ് രണ്ടിലും പറയുന്നത്. ഹീറോയിൻസ് മാറ്റമുണ്ട്, പിന്നെ കുറേ ക്യാരക്ടേഴ്സ് മാറ്റമുണ്ട്. 2 കണ്ടിന്യൂവേഷനാണ്. സ്മൈൽ 1ൻ്റെ കണ്ടിന്യൂവേഷനാണ് സ്മൈൽ 2. അപ്പോൾ രണ്ടിനെയും കൂടെ ഒരുമിച്ച് പറയാം, അതായിരിക്കും നല്ലത്. അപ്പോൾ 2 മൂവിയും ഭയങ്കരമായിട്ടുള്ള ഗോർ എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ഗോർ ആൻഡ് ഹൊറർ ആയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ ഈ ചിത്രങ്ങളിൽ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ തുടക്കം സംഭവിക്കുന്നത് ഡോക്ടർ റോസ് കോട്ടറിൻ്റെ ക്യാബിൽ നിന്നാണ്. അവിടെ ഒരു പേഷ്യൻ്റ് വരുന്നു. ആ പേഷ്യൻറ്റിന് സൈക്കോളജിക്കലി എന്തോ മെൻ്റലി പ്രോബ്ലം ഉണ്ട്. പക്ഷേ അവർക്ക് എന്തോ ഒന്നിനെ അവർ പേടിക്കുന്നതായിട്ട് ഈ ഡോക്ടറിന് തോന്നുന്നു. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. എന്തോ ഒരു ശക്തി അവരുടെ എന്നുവെച്ചാൽ ഒരുപാട് രൂപങ്ങൾ അവരുടെ മുമ്പിൽ വരുന്നു എന്നൊക്കെ അവർ പറയുന്നു. കുറേ കഴിയുമ്പോൾ അവർ സ്വയം ചിരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു ഇവരുടെ മുമ്പിൽ വെച്ച്. അങ്ങനെ ആ ചിരി ഇവരിലോട്ട്, ആ ചിരി എന്ന് പറയുന്നതാണ് ഇതിലെ വില്ലൻ എന്ന് പറയുന്നത്. സ്മൈല് ഇവർ ഡോക്ടർ കാണുന്നു, അത് ആ ഈവിൽ ഡോക്ടറിൻ്റെ ദേഹത്തേക്ക് കയറുന്നു. അങ്ങനെ തുടർന്ന് ഡോക്ടറിൻ്റെ പിന്നാലെ ഈ ഒരു ഈവിൽ സ്പിരിറ്റ് ഇങ്ങനെ നടക്കുന്നു. അവർക്ക് കുറേ ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാകുന്നു, അവരെ കുറേ പേരെ കൊല്ലുന്നു. അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹൊറർ ഫീൽ തന്നെ, ഭയങ്കര ഹൊററായിട്ടുള്ളൊരു മൂവിയാണ്. ഈ മൂവിയിൽ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, കൊല്ലുന്നതൊക്കെ ഭയങ്കര ക്രൂവലായിട്ട് നമുക്ക് തോന്നും. അപ്പം കാണുന്നവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഈ മൂവി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഭയങ്കര സ്കെയറി ആയിട്ടുള്ളൊരു മൂവിയാണ് കേട്ടോ. അപ്പോൾ സ്മൈൽ 2ഉം സ്മൈൽ 1ഉം സെയിം തന്നെയാണ്. സ്മൈൽ 2ൽ ഈ ഒരു ഈവിൽ സ്പിരിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നതാണ്. അപ്പം ഈ ഡോക്ടർ മരിക്കുന്നു, ഡോക്ടറിൻ്റെ നിന്നും ആ സ്മൈൽ അടുത്ത ആളിലേക്ക് എത്തുന്നു, ആ ആൾ അടുത്ത ആളിലേക്ക് എത്തുന്നു. അങ്ങനെ പാസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 എന്ന് പറയുന്നത് ഇതിൻ്റെ അതേ കണ്ടിന്യൂവേഷനിലായിട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട് 2ൽ അത് വേറൊരു സ്റ്റോറിയാണ്. അപ്പോൾ സ്റ്റോറി ഞാൻ ഫുള്ളൊന്നും പറയുന്നില്ല. അപ്പോൾ രണ്ടും സിമിലർ തന്നെയാണ്. രണ്ടിൻ്റെയും കണ്ടന്റ് സ്മൈൽ തന്നെയാണ്. ഈ ചിരിക്കുന്ന ഈവിൽ അതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒരു പകർച്ചവ്യാധി പോലെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അവരെല്ലാം മരിക്കും. അതാണ് ഈ ചിത്രങ്ങളുടെ രണ്ടിൻ്റെയും പ്രത്യേകത. അപ്പം നല്ലൊരു ഹൊറർ മൂവി തന്നെയാണ് കേട്ടോ. അടുത്ത മൂവി എന്ന് പറയുന്നത് ദ സൈലൻസ് എന്ന് പറയുന്ന മൂവി 2019 റിലീസായത്. അപ്പോൾ സൈലൻസ് എന്ന് പറയുന്ന മൂവി എന്ന് പറയുന്നത് ഒരു കൂട്ടം ഒരു വവ്വാലിനെ പോലത്തെ കുറേ ജീവികൾ ആൾക്കാരെ കൊന്നൊടുക്കുന്നതാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്, മെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്ലേസ് മൊത്തം ഈ കൂട്ടം ഈ ജീവികൾ കൈയേറ്റം ചെയ്യുകയും അവിടെ എന്തെങ്കിലും ചെറിയൊരു സൗണ്ട് ഉണ്ടാകുമ്പം ആ സൗണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു സാധനത്തിന്, അതായത് ഒരു വ്യക്തിയായാലും ഒരു മനുഷ്യനായാലും എല്ലാവരെയും കൊന്നൊടുക്കുക. അതാണ് ഈ ജീവികളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ കുറേ ആൾക്കാരെ കൊന്നു തിന്നുന്നു. അതാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത് കേട്ടോ. ഈ സൈലൻസ് എന്ന് പറയുന്ന ചിത്രവും നമ്മുടെ ക്വൈറ്റ് പ്ലേസും തമ്മിൽ ഏകദേശം സിമിലർ. കാരണം സൗണ്ട് ഉണ്ടാകുമ്പം കൊല്ലും, അങ്ങനത്തെ ഒരു ചിത്രം. അപ്പോൾ അതിലും അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും ഒരു അനക്കം അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാകുമ്പം അവിടെ ആ ഒരു ആളിനെ കൊല്ലുന്നു. അതുപോലെ തന്നെയാണ് ഈ ചിത്രത്തിലും ഈ ഗ്രൂപ്പ് ഓഫ് ജീവികൾ അറ്റാക്ക് ചെയ്യുന്നത് എവിടെയാണോ സൗണ്ട് ഉണ്ടാകുന്നത് അവിടെയാണ് അറ്റാക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന് സൈലൻസ് എന്ന പേര് വന്നത്. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു
ചിത്രമാണ്. ഗോറായിട്ടുള്ള കുറേ ഗോറെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറപ്പ് തോന്നുന്ന രംഗങ്ങൾ, അതായത് വളരെ ക്രൂരമായി കൊല്ലുന്ന രംഗങ്ങൾ, അതാണ് കേട്ടോ ഗോറെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഗോറായിട്ടുള്ള രംഗങ്ങൾ ഈ ചിത്രത്തിലും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലാണെന്ന് തോന്നുന്നു ഇത് ഓൺലൈൻ OTTയിൽ വന്നിട്ടുള്ളത്, അല്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നല്ല മൂവിയാണ് കേട്ടോ. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രവും ക്വയറ്റ് പ്ലേസും കോപ്പിയാണെന്ന്. 2 സിനിമയും കണ്ട ഒരാൾ എന്ന ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു രണ്ടും സെയിം ഒന്നുമല്ല, അതിലും ഇതിൽ നല്ല വ്യത്യാസമൊക്കെ. ഗൈസ്, ഇത്രയും മൂവീസ് ഞാനിപ്പോൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മൂവീസ് കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ ലേറ്റസ്റ്റ് മലയാളം മൂവീസൊക്കെ ഞാൻ പ്ലോട്ടും സ്റ്റോറിയും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ബാക്കി പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മൂവീസ്, ഹൊറർ മൂവീസ് അറിയണം എന്നുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്.